ഇന്നു ഞാൻ ഏട്ട എങ്ങനെ ഇത്രയും രുചിയിൽ കോട്ടയം സ്റ്റൈലിൽ ഉണ്ടാക്കാം എന്നതാണ് കാണിക്കുന്നത്. അതിനായി ഞാൻ 1/2 കിലോ ഏട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്, ഒരു 15 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഇവയെല്ലാം ഇട്ട് 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു 20 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇടുക. 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി എന്നിവ ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുടപ്പുളി ഒരു 2 എണ്ണം വെള്ളത്തിൽ കുതിർത്തി വെച്ചത് അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് ഇളക്കുക. നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ഏട്ട അതിലേക്ക് ഇടുക. ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഏകദേശം ഒരു വറ്റലായി തുടങ്ങി. എല്ലാവർക്കും ഈ ഏട്ട മീൻ ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അതിലേക്ക് ഇട്ട് മൂടി വെച്ച് ഇറക്കി വയ്ക്കുക. നല്ല സ്വാദിഷ്ടമായ ഒരു ഏട്ടക്കറിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.